എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായി UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. അവിടെ പ്രതിഷേധമുണ്ട്. ജനാധിപത്യം കശാപ്പു ചെയ്ത ജനവഞ്ചകരെ കേട്ടോളൂ, ജനവഞ്ചകരെ കേട്ടോളൂ. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. എറണാകുളം കൂത്താട്ടുകുളത്താണ് നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായത്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. CPM വിമത കൗൺസിലർ കലാരാജു UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തതാണ് ഇത്തരത്തിൽ ഭരണം നഷ്ടമാകാൻ കാരണമായത്. പ്രതിഷേധം ഉയരുന്നും ഉണ്ട് അവിടെ എന്നുള്ളതാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, എങ്ങനെയാണ് ഭരണം നഷ്ടമായത്? അവിശ്വാസ പ്രമേയം ഏത് രീതിയിലാണ് പാസ്സായത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ LDF അംഗങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? സ്വാതി, LDF-നെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് ഇപ്പോൾ പാസ്സായത്. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇപ്പോൾ LDF-ന് ഭരണം നഷ്ടമാകുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാൻ കൂടിയായ സണ്ണി കുര്യാക്കോസ് അദ്ദേഹം പ്രതികരിക്കുകയാണ്. അവിശ്വാസം പ്രമേയം പാസ്സായിരിക്കുന്നു. വിമത കൗൺസിലർ എന്ന നിലയിലാണ് ഇപ്പോൾ കലാരാജു CPM-നെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രതികരണം? കലാരാജു പാർട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ LDF-നെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. ഭരണം നഷ്ടമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഭരണം ഓൾറെഡി ചെയർപേഴ്സൺ ഇതായല്ലോ. എന്താണ് പ്രതികരണം? എന്താണ് CPM പ്രതികരണം? പ്രതികരണം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ളത് നഗ്നമായ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുതിരക്കച്ചവടമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത്. ജനാധിപത്യത്തെ പറ്റി പറയാൻ വാക്കുപയോഗിക്കാൻ പോലും കോൺഗ്രസ്സുകാർക്കോ UDF-കാർക്കോ ഒരവസരവും ഒരവകാശവുമില്ല. ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്ന സമീപനമാണ് UDF-ഉം ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പകൽ പോലെ സത്യമാണ്. ഒരിക്കലും അവിശ്വാസ പ്രമേയം വന്നപ്പോൾ കലാരാജു എന്ന കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായി. പിന്നീട് CPM കൗൺസിലർക്കെതിരെ അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ കേസ് വരികയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ച എന്ന നിലയിൽ വേണ്ട നമുക്കിന്നെ കാണാൻ. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ ഒരു കാലഘട്ടത്തിലും കലാരാജുവിനെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. കലാരാജു എന്ന് പറയുന്ന ആ വനിത, ആ മഹതി, അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിച്ചു വന്നയാളാണ്. ആ ജയിച്ചു വന്നയാളെ ഞങ്ങളുടെ പാർട്ടി തീരുമാനം അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവരോട് കയറാൻ പറഞ്ഞു കയറി കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ അവരെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങൾ എന്തിനും തട്ടിക്കൊണ്ടുപോകണം? പക്ഷേ എങ്ങനെ എന്തുകൊണ്ട് കേസ് വന്നു CPM പ്രവർത്തകർക്കെതിരെ, നേതാക്കന്മാർക്കെതിരെ? അത് പിന്നെ UDF-കാർ സത്യത്തിൽ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളുടെ പാർലമെന്റ് പാർട്ടിയിൽ പങ്കെടുത്ത ആ മഹതിയെ കഴിഞ്ഞ പാർലമെന്റ് പാർട്ടിക്ക് ശേഷം 3 ദിവസം കാണാതെ വന്നത് അവർ തട്ടിക്കൊണ്ടുപോയതാണ്, ഞങ്ങൾ കൊണ്ടുപോയതല്ല. പ്രതിഷേധത്തിലേക്ക് കളം മാറുന്നതിന്റെ കാരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇവരോട് ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. LDF പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. LDF-ന്റെ പ്രതിഷേധം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ അത് രേഖപ്പെടുത്തുകയാണ്. LDF-ന് ഭരണം കൂത്താട്ടുകുളം നഗരസഭയിൽ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിശ്വാസ പ്രമേയം ഇന്ന് രാവിലെയാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. അതിനെ തുടർന്ന് വോട്ടിംഗ് നടന്നു. UDF അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രനായി ജയിച്ചു വന്ന PG സുനിൽകുമാർ എന്ന കൗൺസിലറും അതോടൊപ്പം തന്നെ കലാരാജു, CPM വിമതനായിട്ടുള്ള കലാരാജു എന്ന കൗൺസിലർ കൂടിയാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഇപ്പോൾ ഭരണം LDF-ന് നഷ്ടമായിരിക്കുന്നു കൂത്താട്ടുകുളം നഗരസഭയിൽ എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർപേഴ്സണെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചകൾ ഉണ്ടാകുന്നത്.